ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ദേ 6:50 ആയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് ഞാൻ അലാറം ഒന്നും വെച്ചില്ല. എന്നാലും ഒരു 6:50 ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ അപ്പൂന് പനിയുണ്ടോ എന്ന് നോക്കുകയാണ്. പനിയൊന്നുമില്ല, അവിടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഞാൻ കുറച്ച് നേരം വീഡിയോസൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകി എണീറ്റാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ഇത് ഓറിയോൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് സൗണ്ട് കേൾക്കണ കാരണം ഞാൻ പെട്ടെന്ന് എണീറ്റ് വന്നതാണെന്ന് നോക്കുമ്പോൾ അതേ അമ്മ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി സാരി കൂടി ഉടുത്താൽ മതി. കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അമ്മ ഓൾറെഡി ചായയൊക്കെ വെച്ചിട്ടുണ്ട്. കറികളൊക്കെ തലേദിവസത്തെ ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇത് ഓറിയോ കിടന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ. അവന് യൂറിൻ പാസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. കുറേ നേരമായി തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഞാൻ എണീറ്റ് വന്നാലാണ് അവനെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുക. അങ്ങനെ അവനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വർക്ക് ഏരിയയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം വീട് ഇതാക്കിയപ്പോൾ വർക്ക് ഏരിയ ഉണ്ടായിരുന്നില്ല. ഒരു 4-5 മാസമായി നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ചെയ്യണത്. അപ്പോൾ ഇതേ ഞാൻ വേഗം കൈയൊക്കെ സോപ്പിട്ട് കഴുകി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. സേമിയ ഉപ്മാവാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കാണെങ്കിലും സേമിയ ഉപ്മാവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു മാഗിയുടെ ഒരു ടൈപ്പൊക്കെ ആണല്ലോ, അതുകൊണ്ട് ചെറിയ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവളെപ്പോഴും മാഗി എന്ന് പറയണം. അപ്പോൾ സേമിയ ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും ഇതേ അമ്മ ചായയൊക്കെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവർ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ അമ്മ അവർക്ക് ചായ കൊടുക്കുകയാണ്. അമ്മൂന് ഇപ്പോഴും ചെറിയ പനിയുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ വയ്യാണ്ട് ഭയങ്കര ക്ഷീണമാണ് അവൾക്ക്. അപ്പോൾ വന്ന് ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇതേ അമ്മ അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കുകയാണ്. ഡോറൊക്കെ തുറന്നിട്ട് ഫ്രഷ് എയറൊക്കെ കയറാൻ വേണ്ടി കുറച്ച് നേരം ഡോറൊക്കെ ഒന്ന് തുറന്നിടാറുണ്ട്. അപ്പോൾ അതേ നല്ലോണം നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ അതേ രണ്ടുപേരും കൂടി ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയി. വേഗം തന്നെ സേമിയ ഉപ്മാവ് ഉണ്ടാക്കണം. അമ്മയ്ക്ക് പോവാനായിട്ട് സമയമായിട്ടുണ്ട്. 9:07 കേട്ടോ നമ്മുടെ ട്രെയിൻ ഉള്ളത്. പാലരുവി എക്സ്പ്രസ് ആണ്. അതിലാണ് അമ്മ എപ്പോഴും പോവാറുള്ളത്. അപ്പോൾ ദേ വേഗം ആക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സേമിയ ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അമ്മ പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് പോണോ? നമുക്ക് അടുത്ത ആഴ്ച പോവാം. ഓക്കെ, അമ്മയുടെ കൂടെ പോവാലോ പാലക്കാട്. അപ്പോൾ ഇതേ നമ്മുടെ ഉപ്മാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ എരിവൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കുട്ടികൾ കഴിക്കണ കാരണം എരിവ് കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ തലേദിവസത്തെ ചിക്കൻ കറിയും പിന്നെ മീൻ കറിയും എല്ലാം അമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ചായ കുടിക്കണം. അപ്പോഴേക്കും ഇതേ അമ്മൂന് മരുന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ അമ്മ കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് അമ്മ കൊടുക്കുകയാണ് അവൾക്ക് മരുന്ന്. അമ്മ വീട്ടിലുള്ളപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. കുട്ടികളുടെ കാര്യമൊന്നും ഞാൻ അധികം നോക്കേണ്ട ആവശ്യമില്ല. അമ്മ എന്നെ എല്ലാം നോക്കിക്കോളും. അപ്പോൾ കിച്ചണിലെ കാര്യമാണെങ്കിലും ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ചിലപ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ടൊക്കെ ഉണ്ടാവും. സ്കൂളിൽ പോണ്ടേ? സ്കൂള് പൂട്ടും. ഇനി 10 ദിവസം പൂട്ടുമ്പോൾ പൊക്കോ. ഡിസംബറിൽ പൂട്ടില്ലേ? അപ്പോൾ ഏകദേശം സമയം ആവാറായിട്ടുണ്ട്. അപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്.
അപ്പോഴേക്കും അപ്പു പോയിട്ട് ഞാനും ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഗപ്പികളൊക്കെ ചത്തിട്ടുണ്ട് കേട്ടോ. അവസാനത്തെ മീനും ചത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു മീൻ മാത്രം അവശേഷിക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് ഇന്ന്. അപ്പോൾ ഇതേ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഇതേ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ, കുട്ടികളെ കാണാനായിട്ട്. അപ്പുറത്തുനിന്ന് പനിയൊക്കെ അല്ലേ, അപ്പോൾ ഡെയിലി ഇങ്ങനെ വരാറുണ്ട് അച്ഛൻ. അപ്പൂൻ്റെ പനിയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം മാറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം തന്നെ അവൾ വിക്രസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പനി വരുമോ ദൈവത്തിനറിയാം. അപ്പോഴേക്കും ഇതേ അമ്മ പോവാനായിട്ട് സമയമായിട്ടുണ്ട് അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ അപ്പുറത്ത് പോയിട്ട് എല്ലാവരോടും യാത്ര പറയാനായിട്ട് പോവാണ്. അപ്പോൾ അതേ ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അതേ ഏട്ടനും വന്നു. അമ്മ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അമ്മ പോവാണ്. സങ്കടമൊക്കെ ഉണ്ട് അമ്മ പോണേന്. കുട്ടികൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അമ്മമ്മയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് രണ്ടുപേരും. പക്ഷെ അമ്മയ്ക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛനും വയ്യ, അതുകൊണ്ടാണ് പോണത് തന്നെ. നമ്മുടെ താമര നോക്കാം. താമര അപ്പോൾ അമ്മ പോയി. എന്തായാലും ഇപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇനി ചെയ്യാനുണ്ട്. ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. സൺഡേ ആണല്ലോ എല്ലാ ക്ലീനിങ്ങുള്ള ദിവസം. അപ്പോൾ ഇതേ എനിക്ക് വയ്യ, എന്നാലും ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. തലേദിവസം രാത്രി ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചപ്പോൾ അവിടെ നിറയെ വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. ചെറിയ ആൾക്ക് മരുന്ന് കൊടുക്കാൻ വലിയ പാടാണ് കേട്ടോ. വിളിച്ചാലൊന്നും വരില്ല, മരുന്ന് കഴിക്കാൻ തീരെ ഇഷ്ടമില്ല. മൂത്താളാണെങ്കിൽ ഒന്ന് ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചോളും. പക്ഷെ ചെറിയ ആൾ അങ്ങനെയല്ല, വിളിച്ചാലേ വരില്ല. പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ടാണ് മരുന്ന് കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് ഇന്ന് വിളിച്ചിട്ടും വരുന്നില്ല. അപ്പം ഞാൻ അതേ പിടിച്ചിരുത്തി മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ അവർക്ക് വിശക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേഗം ഇതേ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ചെറിയ ആൾ മാഗി എന്നാണ് കേട്ടോ പറയുന്നത്. മാഗി വേണമെന്ന്. ഇപ്പോൾ അവൾ ചോറ് കഴിക്കാൻ അവൾക്ക് തീരെ ഇഷ്ടമില്ല. പനി വന്നതിന് ശേഷം ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസാണ് കഴിക്കാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഓരോന്നാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതേ ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വേഗം ചായ എടുത്ത് കുടിച്ചു. ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ. പല്ല് തേക്കണ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. ഇനി വേണം പല്ല് തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ ഞാൻ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സേമിയ ഉപ്മാവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് ഇഷ്ടമാണ്, മാഗി പോലെയാണല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കൊടുക്കാം. ഫുഡ് കൊടുത്തിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഓ അപ്പോൾ കഴിക്കാം. ഓക്കേ. അപ്പോഴേക്കും ഇതേ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളെ കാണാനായിട്ട്. കിടപ്പ് തന്നെ എഴുന്നേറ്റ് എന്നിട്ട് അമ്മയോട് വാങ്ങിച്ചു വെച്ച് 2 മണി ഒരുപോലെ തന്നെ നോക്കാം. എനിക്ക് അപ്പോൾ അവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തു. ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതേ ഞാൻ പല്ല് തേക്കുകയാണ്. നേരത്തെ ഞാൻ പല്ല് തേക്കാതെയാണ് കേട്ടോ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നത്, ടീ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏട്ടൻ വെള്ളം എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ.
അപ്പോൾ അതേ ഞാൻ സേമിയ ഉപ്മാവും ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത്. എനിക്ക് ചിക്കൻ കറി കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് തലേദിവസം ചിക്കൻ കറി ഇടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ, സേമിയ ഉപ്മാവും ചിക്കൻ കറിയും, പിന്നെ റവ ഉപ്മാവും ചിക്കൻ കറിയും. അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതേ ഞാൻ എന്തായാലും ചിക്കൻ കറി എടുത്തിട്ടുണ്ട്, ചായ ഉണ്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഫൈറ്ററിൻ്റെ വെള്ളം ഇച്ചിരി മോശമായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ക്ലോറിൻ ഉണ്ടോയെന്നാണ് കേട്ടോ ഞാൻ ചെക്ക് ചെയ്യുന്നത്, ക്ലോറിൻ വാട്ടർ ആണോ എന്ന്. അപ്പോൾ അല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെള്ളം മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. താഴെ തന്നെ പോയി കിടക്കാം കേട്ടോ, എന്താ പ്രശ്നം എന്നാവും. ഫുഡ് കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ട്, അങ്ങനെ അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ അതേ ചാടിക്കളിച്ചോണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മറ്റേ മീൻ ചത്തുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും മാറ്റി കൊടുക്കണം. ചെറിയ മീനിനെ മാറ്റിയിടണം. ഏത് മീനിൻ്റെ കുഞ്ഞാന്നൊന്നും അറിയില്ല കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം ഒരു ചെറിയ മീനിനെ കാണുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേ ഞാൻ ചോറ് വെക്കാനായിട്ട് വെള്ളം വെക്കാൻ പോവാണ്. അപ്പോൾ ഇതേ ഒരാളവിടെ കിടന്നിട്ട് കുക്കുംബർ വേണേന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് സ്വന്തമായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ രാവിലെ എണീറ്റ് പോയതാണ്, ബെഡൊന്നും ശരിയാക്കി വിരിച്ചിട്ടില്ല. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, ബെഡൊക്കെ ഒന്ന് വിരിച്ചിടണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഞാൻ ഫോണിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ പിന്നെ ക്ലീൻ ചെയ്യാനും അതിനൊക്കെ പോവുള്ളൂ. അപ്പോൾ അതേ അടിച്ചോരിയിട്ട് ഒന്ന് വൃത്തിയാക്കുകയാണ് അവിടെയൊക്കെ. അതിന് ശേഷം വേണം ഇനി കുളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ പനി മാറിയതിന് ശേഷം തലയൊക്കെ കുളിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ വെറുതെ തല കുളിക്കലൊക്കെ ആയിരുന്നു, എണ്ണ വെച്ചൊന്നും കുളിക്കാറില്ല. അപ്പോൾ താരൻ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, ഡ്രൈ ആയിട്ട് സ്കാൽപ്പ്. അപ്പോൾ ഞാൻ ദന്തപ്പാലയുടെ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് എൻ്റെ അമ്മായി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ ദന്തപ്പാലയുടെ ഇലയൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ സ്വയമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു എണ്ണ. ബോട്ടിലായിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാണ്, താരന് വേണ്ടിയിട്ടും സ്കിൻ പ്രോബ്ലംസിന് വേണ്ടിയിട്ടൊക്കെ ഈ ദന്തപ്പാലയുടെ എണ്ണ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോക്കാക്കി വെക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ വന്നാലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ താരൻ മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഇതാണിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ് കേട്ടോ. അപ്പോഴേക്കും ഇതേ ചെറിയ കുട്ടിക്ക് മിഠായി വേണം പറഞ്ഞിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എണ്ണയൊക്കെ പിടിക്കാനായിട്ട് ഇനി ഒരു 20 മിനിറ്റ് നമ്മൾ നിൽക്കാനുണ്ട്, എന്നിട്ട് വേണം കുളിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു സിനിമ കാണാം ഇരുന്നിട്ട്. സന്തോഷം എന്നോ അങ്ങനെ എന്തോ ഒരു സിനിമയാണ് കേട്ടോ, നമ്മുടെ അനുസിത്താരയുടെ ഒരു ഫിലിമാണ്. അപ്പോൾ ഇതേ ഞാൻ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ നേരത്തെ അമ്മ അരിഞ്ഞുകൊണ്ടിരുന്ന കുക്കുംബർ ഏട്ടൻ മേടിച്ചിട്ട് അടിപൊളി സാലഡ് പോലെയൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഞാനും കുറച്ച് നേരം അതിരുന്ന് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കുക്കുംബറൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പം ഞാൻ എരിവുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. കുട്ടികൾ ഇതെങ്ങനെ കഴിക്കണേണോ ആവോ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു സ്കിൻ കെയർ ആവാം. കുളി കഴിഞ്ഞ് ഞാൻ എപ്പോഴും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്, അതിനുശേഷം സൺസ്ക്രീന്. അതിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും ഞാൻ തേക്കാറുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. പിന്നെ ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഈ ഒരു പൊട്ടും കൂടിയും ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ. ചിലപ്പോൾ ഞാൻ പൊട്ടൊന്നും വെക്കാറില്ല, സിന്ദൂരം തൊട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പൊട്ടും സിന്ദൂരമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടും സിന്ദൂരം തൊട്ടുന്നേ ഉള്ളൂ. പക്ഷേ മോയ്സ്ചറൈസറൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ARM ഫിലിം കണ്ടു കേട്ടോ. ഓൾറെഡി ഞാൻ കണ്ടതാണ്, ഒരിക്കൽ കൂടി കണ്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ ഇതേ ഏട്ടനും എനിക്കും ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട്. തലേദിവസത്തെ ചിക്കൻ കറിയും കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അധികവും ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുക. നൈറ്റ് ആണെങ്കിലും TV ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാറാണ് പതിവ്. ഡൈനിങ് ടേബിൾ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇതേ അപ്പു എണീറ്റിട്ടുണ്ട് കേട്ടോ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ജ്യൂസ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. പനി മാറിയതിന് ശേഷം ഒന്നും ശരിയായിട്ടില്ല ഭക്ഷണം കഴിക്കലൊന്നും. അപ്പോൾ ഇത് രണ്ട് വായ തന്നെ കഴിച്ചുള്ളൂ അവൾ. പിന്നെ കുറച്ച് ജ്യൂസും കുടിച്ചു, അത്രയും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതേ അമ്മു എണീറ്റിട്ടില്ല. അമ്മു എണീക്കുമ്പോൾ അവൾക്കും കൊടുക്കണം, മരുന്നൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതേ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്കാണ് ഞങ്ങളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, കാരമൽ ബനാന ഫ്രൈ. ഞാൻ അങ്ങനെയാണ് കേട്ടോ പേരിട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നെയ്യിൽ നമ്മുടെ പഴം വാട്ടിയെടുക്കുക, ജസ്റ്റ് ഒന്ന് നമ്മുടെ പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ റീസെൻ്റായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് കൊടുത്തു. അപ്പു കഴിക്കില്ല കേട്ടോ, അമ്മു മാത്രമേ കഴിക്കുള്ളൂ. അപ്പുവിനും അതൊന്നും ഇഷ്ടമല്ല, പഴം ഇഷ്ടമല്ല അവൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇതേ ചിക്കൻ കറി ചൂടാക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചൂടാക്കി കറികളൊക്കെ. അപ്പോൾ ഇതേ അപ്പുവിന് നമ്മുടെ നൂഡിൽസ് മതി പറഞ്ഞിട്ട് അതാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കണേ. അപ്പോൾ ഇതേ സന്ധ്യ ആയിട്ടുണ്ട്, വിളക്ക് വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് വിളക്ക് വയ്ക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ദേ നമ്മുടെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളെ കാണാനായിട്ട്. അപ്പോൾ ദേ അപ്പു പനി മാറിയ കാരണം ഇപ്പോൾ ഭയങ്കര സൈക്കിൾ ചവിട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദേ അവൾ സൈക്കിൾ ചവിട്ടുകയാണ് മുറ്റത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ അതും നോക്കി ഇരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ, സംസാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദേ നൈറ്റിലേക്ക് വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ തെരണ്ടി മുളകിട്ടത് വെച്ചു. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.